സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്ക് ഒരു സ്റ്റിൽ ഫോട്ടോ കാണിച്ചു, കുറച്ച് ഫ്രൂട്ടിൻ്റെ ഒരു പ്ലാന്റിൻ്റെ സ്റ്റിൽ ഫോട്ടോ കാണിച്ചു, ഒരു വീഡിയോ കാണിച്ചു. നിങ്ങൾക്ക് ഏതാ പ്ലാന്റ് എന്ന് മനസ്സിലായ, അല്ലെങ്കിൽ ഏതാണ് ഫ്രൂട്ട് എന്ന് മനസ്സിലായ? ഇതാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മിറാക്കിൾ ഫ്രൂട്ട്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം പ്ലാന്റിൻ്റെ സിൻസെഫാലം ഡുൾസിഫിക്കം എന്നാണ്. ഇത് നമ്മുടെ സപ്പോർട്ടയില്ലേ, അതിൻ്റെ ഫാമിലി തന്നെയാണ് വരിക. ഇതിനെ മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പേര് വരാൻ കാരണം ഈ ഫ്രൂട്ടിലൊരു ഗ്ലൈക്കോപ്രോട്ടീൻ ഉണ്ട്, മിറാക്കുലിൻ. അത് നമ്മുടെ നാവിലത്തെ ടേസ്റ്റ് ബഡായിട്ടൊരു ആക്ഷനുണ്ട്. അപ്പോൾ ഇത് കഴിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് നാവുമ്പോൾ ഒഴിച്ചാൽ അത് മധുരമായിട്ട് അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ മിറാക്കിൾ ഫ്രൂട്ട് എന്നുള്ള പേര് വന്നത്. ഇനി ഇത് നമുക്ക് കഴിക്കാം. ഇതിൽ വിറ്റാമിൻ എ ഉണ്ട്, സി ഉണ്ട്, ഇ ഉണ്ട്, കെ ഉണ്ട്, ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, അമിനോ ആസിഡ്സ് ഉണ്ട്. ഇത് ഇമ്മ്യൂണിറ്റി എൻഹാൻസ് ചെയ്യും. ഇത് കണ്ണിൻ്റെ പവർ കൂട്ടുമെന്ന് പറയണു. അപ്പോൾ ഹെൽത്തിയാണ്. പക്ഷേ കണ്ടമാനം കഴിക്കരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ കുരു ഞാൻ പറഞ്ഞു കഴിക്കാൻ പാടില്ല. ഇത് ചൂട് കൊണ്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ എഫക്റ്റ് കുറച്ച് കുറയുമെന്ന് പറയുന്നുണ്ട്. ചില രാജ്യങ്ങളിൽ ഇതിന് റെസ്ട്രിക്ഷൻ ഉണ്ട് ഈ മിറാക്കിൾ ഫ്രൂട്ടിന്. അപ്പോൾ ഇത് ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഞാൻ രാവിലെ പോയപ്പോൾ കണ്ടതാണ്. അങ്ങനെ പിടിച്ചാണ്. ഇപ്പം BSc പഠിച്ചാണ് ജെയിംസ് എന്ന കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ. എന്തായാലും നിങ്ങൾക്ക് എപ്പിസോഡ് ഇഷ്ടമായാൽ ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൽക്കാലം നിർത്തട്ടെ. പിന്നീട് കാണാം. ടേക്ക് കെയർ. ബൈ. താങ്ക് യു.